വലിയ പ്രതിസന്ധിയുള്ള വീട്ടിലാണ് നീ താമസിക്കുന്നത്. എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞെന്നറിയോ? ഇവള് ദൈവത്തിൻ്റെ രാജ്യത്തിന് ഇവിടെ നിൽക്കും. ഇവളെക്കുറിച്ച് നിന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. നീ കടന്നുപോയൊരു വ്യതയെക്കൂടെ അവൾ കടന്നു പോകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. കർത്താവ് എന്നോട് പറയുന്നൊരു വെളിപ്പാട് ഇങ്ങനെ, കർത്താവ് മുജീബിനെ തൊടാൻ പോവാ. മുജീബ് യേശുവിലേക്ക് വരും. ഞാൻ അങ്ങനെ വെളിപ്പാട് കാണുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് അതരമൊന്ന് തുറന്ന് യേശുവിന് ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ യേശുവേ എന്ന് വിളിച്ച്. ഒരാൾ നിങ്ങളെ ആഭിചാരം ചെയ്ത് തകർത്ത് കളഞ്ഞ ആരാന്നൊക്കെ എനിക്കറിയാം, പബ്ലിക്കായോണ്ടാ പറയാത്ത. ദൈവം എന്നോട് പറയുക, നിനക്ക് സ്വന്തമായിട്ട് ദൈവം വീട് തരും. നീ സ്വന്തം വീട്ടിൽ താമസിക്കും. ഞാൻ ശരിക്കും കണ്ടത് ഒന്നുമില്ല, ഓട്ടസഞ്ചിയിലെ നിക്ഷേപമല്ല, വാടക വീട്ടിൽ ആ വഴി അടഞ്ഞുപോയി. വിശ്വാസമുണ്ടോ? തുറക്കുമെന്ന് ഉണ്ട്. നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ഈ കുടുംബത്തിൽ ഒരു വഴി ദൈവം തുറക്കാൻ പോവാ. പ്രശംസ. നീ ഗിറ്റാർ വായിക്കും, എന്നിട്ട് യേശുവിനെ ഉയർത്തും. ഞാൻ കാണുന്നത് എന്നാന്നറിയോ? ഒരു മഞ്ഞു പൊടിയുന്ന രാജ്യത്ത് എൻ്റെ മക്കളെ ഒരു വീടിൻ്റെ മുമ്പ് നിന്ന് നീ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന വെളിപ്പാടാണ് ഞാൻ കാണുന്നേ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ കുടുംബമായിട്ടൊരു രാജ്യത്ത് താമസിച്ചിരുന്നു അല്ലേ? 11 വർഷം അബുദാബിയിൽ. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിലെല്ലാം പോയി. സ്വന്തമായിട്ട് ഇപ്പോൾ വീടും ഇല്ലാതായി. എന്നാ ദൂത് കേട്ടോ, ഇന്ന് തൊട്ട് 3 വർഷം എണ്ണിട്ട് നിനക്ക് സ്വന്തമായിട്ട് വീട് ദൈവം തരും. നീ ഒരു രാജ്യത്തല്ല, 2 രാജ്യത്ത് നിനക്ക് വീടുണ്ടാകും. ഞാൻ കാണുന്ന വെളിപ്പാട്, നീ ഒരു മഞ്ഞുപൊടി എന്ന രാജ്യത്ത് നിന്നെ ഒരു പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാസ്പോർട്ടിനകത്ത് രാജ്യങ്ങളുടെ വിസ അടിക്കാൻ പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അധരമൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് നിനക്ക് സ്വന്തമായി ദൈവം വീട് തരും. ഒരു രാജ്യത്തിന്റെ വഴി തുറക്കും. നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. നിന്റെ ഭർത്താവ് മുജീബിനെ കർത്താവ് ഇന്ന് രാവിലെ തൊടുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാവിലെ ഒരു പ്രവചനം പറയുക.